സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. പല വീടുകളിലും, എല്ലാ വീടുകളിലും എന്ന് തന്നെ പറയാം, ഉത്സവത്തെ അറിയിച്ചുകൊണ്ട് നോട്ടീസുകൾ വരാറുണ്ട്. അതുപോലെ ഫ്ലക്സ് ബോർഡുകളൊക്കെ കാണാം. അതിലെല്ലാം ഒരു വാചകമുണ്ടാവും: അന്നദാനം. ഇന്ന് പല ക്ഷേത്രങ്ങളിലും അന്നദാനം എന്ന് പറഞ്ഞു കാണാറുണ്ട്. വാസ്തവത്തിൽ ആ പ്രയോഗം തന്നെ തെറ്റാണ്. അന്നദാനം എന്ന് പറഞ്ഞാൽ അത് തീരെ ഗതിയില്ലാത്ത, ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ വകയില്ലാത്തവർക്കുള്ളതാണ്. അതാണ് അന്നദാനം. ഇന്ന് അന്നദാനത്തിൽ അങ്ങനെയുള്ളവരാണോ പങ്കെടുക്കുന്നത്? എത്രയെത്ര കോടീശ്വരന്മാർ വരെ അന്നദാനത്തിൽ ക്ഷേത്രങ്ങളിൽ വന്ന് ആഹാരം കഴിക്കുന്നു. പലരുടെയും ക്ഷേത്രോത്സവത്തിൻ്റെ നോട്ടീസിൽ ഇപ്പോൾ അന്നദാനം എന്നത് തിരുത്തിയിട്ടുണ്ട്. അതേതായാലും നല്ലൊരു കാര്യമാണ്. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. എന്നിട്ട് പ്രസാദ ഊട്ട്, വാസ്തവത്തിൽ അതാണ് വേണ്ടത്. അമ്മയുടെ പ്രസാദം എല്ലാവർക്കും കഴിക്കണം. അന്നദാനത്തിനേക്കാൾ മഹത്വം പ്രസാദ ഊട്ട് എന്ന വാക്കിനുണ്ട്. ദാനമെന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ദരിദ്രർക്ക് നൽകുന്ന ദാനം മാത്രമേ ദാനമാകുന്നുള്ളൂ. അങ്ങനെയല്ലാതെ ഉള്ളവ പിന്നീട് ഇങ്ങോട്ട് ഇരട്ടിയായി തന്നെ തിരിച്ചു കിട്ടുമല്ലോ എന്ന ഗൂഢമായ ദുരുദ്ദേശം കൂടി അടങ്ങുന്ന വെറും താൽക്കാലികമായ കൊടുക്കൽ മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥ ദാനത്തിൻ്റെ പുണ്യവും ചാരിതാർത്ഥ്യവും അവർക്ക് ലഭിക്കുകയില്ല. ഇല്ലാത്തവരാണല്ലോ യാചിക്കാനായിട്ട് വരുന്നത്. ഉണ്ടായിട്ടും അവരോട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇരു കൂട്ടരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? അതുകൊണ്ട് തന്നെ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് കൊടുത്തേക്കണം. അതാണ് ഈ സദ്ഗുണം. നല്ല നന്മയുള്ളവർക്കേ ഉണ്ടാവുകയുള്ളൂ. ഏത് ദാനവും അർഹിക്കുന്നവർക്കേ കൊടുക്കാവൂ. അനർഹർക്ക് ദാനം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ദാനം നൽകുന്നവരുണ്ട്. മസ്തിഷ്ക മരണശേഷം ശരീരത്തിലെ എല്ലാം ദാനം ചെയ്യുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. സ്വയം രക്ഷപ്പെടാൻ നോക്കാതെ അന്യരെ രക്ഷിക്കുന്നവരുണ്ട്. സ്വയം ഉണ്ണാതെ അന്യരെ ഊട്ടുന്നവർ. അങ്ങനെ ദാനം ദാതാവിനേക്കാൾ വലുതാവുന്ന സന്ദർഭങ്ങൾ എത്രയോ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം കീർത്തിക്ക് ലോകമുള്ളിടത്തോളം നാശമുണ്ടാവുകയില്ല. പടുകൂറ്റൻ പ്രതിമകൾ വെക്കുന്നത് കൊണ്ടോ വൈതാളികന്മാരെ കൊണ്ട് സ്തുതി പാടിപ്പിക്കുന്നത് കൊണ്ടോ ഞാൻ മാത്രമാണ് മഹാൻ എന്ന് ജീവചരിത്രം എഴുതിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രശസ്തി നിലനിൽക്കില്ല. ലോകം അതെല്ലാം കണ്ട് പരിഹസിച്ച് ചിരിക്കുകയുള്ളൂ. യഥാർത്ഥമായ കീർത്തി ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും മഹത്തായ ത്യാഗത്തിലൂടെ മാത്രമാണ്. ദാനം ചെയ്യുന്നതിലൂടെ അനുഭവിക്കാനാവുന്ന
മഹത്തായ സന്തോഷം, അവാച്യമായ സുഖം, അതൊന്ന് വേറെ തന്നെയാണ്. സമ്പത്തെല്ലാം രഹസ്യമായി പൂർത്തിവെച്ച് അതിന് കാവലിരുന്ന് ജന്മം കളയുന്നവരുണ്ട്. അങ്ങനെ ജന്മം കളയുന്നവൻ എങ്ങനെ അറിയാനാണ് ദാനത്തിൻ്റെ മഹത്വം? ദാനത്തിൻ്റെ എന്നല്ല, എന്തിൻ്റെയെങ്കിലും സുഖമോ സന്തോഷമോ അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടോ? ചിന്തിച്ചു ഉണ്ടോ? അങ്ങനെ ചേർത്ത് വെച്ച് കാക്കുന്ന നിഷ്പ്രയോജനമായ സമ്പത്താവട്ടെ അവർക്ക് പോലും ഉപകരിക്കില്ല. ചിലപ്പോൾ അത് വല്ല കള്ളന്മാരും കൊണ്ടുപോയിട്ടോ അവരുടെ കാലശേഷം കണ്ടെത്തപ്പെടാതെ പോയിട്ടോ അഥവാ മറ്റേതെങ്കിലും വിധത്തിലോ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അപ്പോൾ സുഖത്തിന് പകരം ദുഃഖമാണ് അതിൻ്റെ ഫലം. അങ്ങനെയുള്ളവർ അർഹരായ ദരിദ്രർക്ക് ദാനം ചെയ്ത് അവരിലൂടെ പുണ്യം നേടാനുള്ള അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന ഭാഗ്യഹീനരാണ്. ഈ പറഞ്ഞതിനർത്ഥം കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്യണമെന്നല്ല. അതല്ല പറഞ്ഞതിനർത്ഥം. മറ്റുള്ളവരുടെ മനസ്സ് നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഉള്ളതിൻ്റെ ചെറിയൊരംശം ദാനം ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരംശം അത് ദാനം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നവർ രാത്രിയിൽ സുഖനിദ്രയ്ക്ക് വിധേയരാകും, സുഖമായിട്ടുറങ്ങാം. ഒരു മഹത്തായ കാര്യം ചെയ്ത ആ തൃപ്തിയോടുകൂടെ അങ്ങനെയുള്ളവരെ കൂടെ ഈശ്വരൻ അവരോട് എപ്പോഴും ചേർന്ന് നിൽക്കും. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലും